ഹായ് 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 ഹലോ മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് നാലാമത്തെ ചാപ്റ്റർ എന്താണെന്നുള്ളത് തീരക്കങ്ങൾ പക്ക അടിപൊളിയാക്കി പഠിച്ചല്ലോ. അതിന് വരാൻ പോണ നാളെ കാണാൻ പോണ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കി നോക്കാം. നാളെ എക്സാമിന് കാണാൻ പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, നാളുകൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചിത്രം വെച്ച് കണ്ട ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പം തന്നെ പഠിച്ചു വെച്ചോ, നാളെ വരും കേട്ടോ, മനസ്സിലാക്കി വെച്ചോ. എക്സ്മസ് എക്സാം 2025 എക്സാമിന് കാണാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം ഇത് പോകാൻ കേട്ടോ. എല്ലാവരും പഠിച്ചു വെച്ചോ. 2025 ക്രിസ്മസ് എക്സാമിന് കാണാൻ പോകുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ്. എടാ ഒന്നും തന്നിട്ടില്ല. എന്താ ചോദിച്ചാൽ ഫൈൻഡ് ദി ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി കണ്ടക്ടർ എ ബി വെൻ ദി ബെൽ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ, ജസ്റ്റിഫൈ ദി ഫൈൻഡിങ്. എടാ നോക്കാം, ഈ എ ബി നമ്മൾ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ കൂടി കറണ്ട് പോയി കഴിഞ്ഞാൽ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക, അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? നമുക്കൊന്ന് പറഞ്ഞു നോക്കട്ടോ, ശ്രദ്ധിച്ച് വെച്ചോ. നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നല്ല രീതിയിൽ നോക്കണേ, അല്ല ഇവിടുത്തെ റൂൾ ആരായിരിക്കും എന്ന് പറഞ്ഞേ. ബി ക്വസ്റ്റിനെ നോക്കി നോക്കുക. വാട്ട് ഷുഡ് ബി ദ മേഡ് ടു മൂവ് കണ്ടക്ടർ എ ബി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇപ്പോൾ കരുതുക എ ബി എന്ന് പറഞ്ഞത് വലത്ത് കാണുന്നുണ്ടെങ്കിൽ അത് ഇടത്തോട്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് ചോദിച്ചേ. അപ്പോൾ അത് വലത്തോട്ടാണ് ഇടത്തോട്ടാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിക്കാനുള്ള റൂൾ ആരാ ഒന്ന് പറഞ്ഞേ. റൂൾ ആരാ? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. എല്ലാവർക്കും അറിയാലോ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. നമുക്കൊന്ന് നോക്കി നോക്കടാ, എല്ലാവരും നോക്കണേ, നമ്മൾ പറയാം കേട്ടോ, എല്ലാവരും നോക്ക്. എടാ ശ്രദ്ധിച്ച് വെച്ചോ, ഇവിടെ എൻ എന്ന് മാത്രം കാണാലോ. നോക്കാം, എൻ എന്ന് പറഞ്ഞാൽ മാത്രം കാണാലോ. എൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലായിരിക്കും ആരുണ്ടാവുക, എസ് ഉണ്ടാവുക. അപ്പോൾ മനസ്സിലാക്കി വെച്ചോ. ഈ 3 വിരലെടുക്കുക. ഇതാരായിരുന്നു? ഫോഴ്സ് ആയിരുന്നു. ഇതാരായിരുന്നു? ഇത് മാഗ്നറ്റിക് ഫീൽഡാണ്. ഇതാരാണ്? കറണ്ടാണ്. ഇതിലൊക്കെ മാഗ്നറ്റിക് ഫീൽഡ് അല്ല അടിക്ക് എന്ന് പറഞ്ഞാൽ ഇത് നോർത്ത് മേലിടുന്നുണ്ടെങ്കിൽ അടിയിൽ ആരുണ്ടാവും? എസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇത് അടിക്കാക്കി പിടിച്ചു. എല്ലാവരും ഇത് അടിക്കാക്കി പിടിച്ചല്ലോ. പിടിച്ചിട്ട് നോക്കുക. ഈ കറണ്ട് ഇവിടെ നിന്ന് എങ്ങോട്ടാ പോകണം നോക്ക്. എടാ നോക്കിക്കോട്ടെ, എല്ലാവരും ശ്രദ്ധിച്ചോ, നല്ല ശ്രദ്ധിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. കറണ്ട് ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് എന്ന് കാണുന്നില്ലേ? ഈ പോസിറ്റീവ് ഇങ്ങനെ സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഇവിടെ എത്തിയിട്ട് ഇതിൽ കൂടി ഇങ്ങനെ വന്നിട്ട് വേണ്ടേ കറണ്ട് ഇവിടെ പാസ് ചെയ്യാൻ. അപ്പോൾ ശ്രദ്ധിച്ച് വെച്ചോ, ഈ ഏന്ന് ഇവിടേക്കായിരിക്കും, അഥവാ ഏന്ന് ബിക്കായിരിക്കും കറണ്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നുണ്ടാവും? ഏന്ന് ബിക്ക് എന്ന് പറയുമ്പോൾ, എടാ ഏന്ന് ബിക്ക് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കാം, അത് നമ്മൾ എന്താട്ടി അടിയാക്കി പിടിച്ചു. ഏന്ന് ബിക്ക് എന്ന് പറയുമ്പോൾ നോക്കാം, ഉള്ളിൽ നിന്ന് പുറത്തോട്ട് എന്നുള്ള രീതിയിലല്ലേ വരുന്നത്. ഓക്കെ, നമ്മളവിടെ ഉള്ളിൽ ഒരാളുണ്ട്, പുറത്തേക്ക് ഇങ്ങനെ സാധനം വരുന്നുണ്ട്, നമ്മൾ ഇരുത്തേക്ക് വരുന്നുണ്ട് എന്നുള്ള രീതിയിലല്ലേ ഏന്ന് ബിക്ക് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഇങ്ങോട്ടാക്കി പിടിച്ചാൽ പറ. ഈ ഏന്ന് പറഞ്ഞാൽ നോക്കാം, ഈ തള്ളാൻ വരല എങ്ങോട്ടാ സൂചിപ്പിക്കണേ. എടാ ക്യൂയിലേക്കാണോ പിയിലേക്കാണോ നോക്കിയിട്ട് പറ. ക്യൂയിലേക്കാണോ പിയിലേക്കാണോ ഇത് പോണത്? പറ, ക്യൂയിലേക്കാണോ പിയിലേക്കാണോ? നമുക്കറിയാം ഇത് പിയിലേക്കല്ലേടാ, ഇത് പിയിലേക്കല്ലേ. ഇപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് എങ്ങോട്ടാ പോകുന്നുണ്ടാവുക? പിയിലോട്ടായിരിക്കും ഇത് പറയാൻ പറ്റും. അപ്പം നമുക്ക് ആൻസർ എന്തായിട്ട് പറയാം? ടുവാർഡ്സ് പി. ഓക്കെ, ഞാൻ ബി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. വാട്ട് ഷുഡ് ബി ദ മേഡ് ടു മൂവ് കണ്ടക്ടർ എ ബി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. എടാ പീക്ക് പോവാൻ കാരണം എന്താ? കറണ്ട് എന്ന് പറയുന്നത് മനസ്സിലാക്കണേ. കറണ്ട് എന്ന് പറയുന്നത് എങ്ങോട്ട് ചലിച്ചോണം നോക്കാം. പിയിലേക്ക് പോകണം. കാരണം എന്തായിരുന്നു? കറണ്ട് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലോട്ട് പോയോണ്ടല്ലേ. അതേപോലെ പറയാണ് ഈ നോക്കാം മാഗ്നറ്റിക് ഫീൽഡിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് മുകളിലും സൗത്ത് അടിയിലുമായത് കൊണ്ടല്ലേ. ഇത് നേരെ തിരിച്ചിട്ടാ പോരേടാ. മതി തിരിച്ചിട്ട് പോകാന്ന് പറയുമ്പോൾ കറണ്ടിന്റെ ചലനം എങ്ങോട്ടായിരിക്കണം? ബിയിൽ നിന്ന് എയിലോട്ടാക്കും വേണം. അതേപോലെ എന്ത് ചെയ്യണം? മാഗ്നറ്റിക് ഫീൽഡ് അഥവാ കാന്തിക മണ്ഡലം മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യണം? നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അടിയിൽ നിന്ന് മേലേക്ക് പറയുമ്പോൾ എന്ത് ചെയ്യുക? ഡൗൺ ടു അപ്പാക്കണം. അപ്പോൾ നമ്മൾ ആരൊക്കെ ശരിക്കും മാറ്റണ്ടേ? ഇതിന് ആൻസർ എന്തൊക്കെ എഴുതണ്ടേ സാർ? അത് അടിച്ചാൽ മതി, ഞങ്ങൾക്ക് അത് പഠിച്ചാൽ മതി. നമ്മൾ എന്താ ചെയ്യേണ്ടി വരിക? മനസ്സിലാക്കി വെച്ചോ. ചേഞ്ച് ആരൊക്കെ ചേഞ്ച് ചെയ്യണം? മനസ്സിലാക്കി വെച്ചോ. ചേഞ്ച് ചെയ്യേണ്ടി വരിക കറണ്ട് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. കറണ്ടിനെ സൂചിപ്പിക്കണതാണ് ഐ കേട്ടോ. കറണ്ട് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇവരെ രണ്ടാൾ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. ഇവരെ ചേഞ്ച് ചെയ്താൽ എന്ത് ചെയ്യും? അതിൻ്റെ ഡയറക്ഷൻ ഇപ്പോൾ വലത്തോട്ട് കിട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഇടത്തോട്ട്. ഇവിടെ ആർക്കാ കിട്ടിയെന്നേ? പിയിലോട്ടല്ലേ കിട്ടിയെന്നേ. പിയിലോട്ടാണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും? ക്യൂയിലോട്ട് കിട്ടും. സിമ്പിൾ അല്ലേടാ? സിമ്പിളാണ്. ഓക്കെ, അതിൻ്റെ മലയാളത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. 2025 മനസ്സിലാക്കി വെച്ചോ. 2025 ക്രിസ്മസ് എക്സാമിന് പോകുന്ന ക്വസ്റ്റ്യനാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാ. വിച്ച് പോൾ ഓഫ് ദി മാഗ്നറ്റിക് നീഡിൽ അട്രാക്ട് ടു ബി വെൻ വിച്ച് ഈസ് ടേൺഡ് ഓൺ. എടാ സ്വിച്ച് ടേൺ ആക്കി കഴിഞ്ഞാൽ ഈ പോളിൽ നോക്കാം, ബിയിൽ ആരായിരിക്കും എയിലായിരിക്കും? നമ്മൾ കണ്ടതാ. ഇതേ തിയറി ക്വസ്റ്റ്യൻസ് വെച്ച് പറയുന്നത് നമ്മൾ പറഞ്ഞതല്ലേടാ, ഇതേ തിയറി നമ്മൾ പഠിച്ചതല്ലേടാ, തൊട്ടു മുന്നേതല്ലേ കേട്ടത്. എങ്ങനെയൊക്കെ വരുന്നുണ്ടാവുക? മനസ്സിലാക്കി വെച്ചോ. എയിൽ നിന്ന് ബിയിലേക്കല്ലേ കറണ്ട് പോകുന്നുണ്ടാവുക? അതേ സാർ, എയിൽ നിന്ന് ബിയിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാ എടുക്കേണ്ടി വരും? ഇടത്തെ കൈയാണ് അല്ലെ വലത്തെ കൈ എടുക്കുക. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എടുത്തുകൊണ്ട് വലത്തോട്ട് നമ്മൾ ഇങ്ങനെ കൈ പിടിച്ച് കഴിഞ്ഞാൽ മക്കൾ മനസ്സിലാക്കി വെക്കണേ. ഇങ്ങോട്ട് കറണ്ട് പോയാലേ ഈ സൈഡ് ബി, ഈ സൈഡല്ലേ ബി. ഈ ബിയിൽ നോക്കി നോക്കുക, ഇത് ആരായിരിക്കും? നോക്കിയിട്ട് പറ. ഒന്ന് പോസ് ചെയ്യട്ടോ, അങ്ങോട്ട് നോക്കിയിട്ട് പറയും, ഒന്ന് കണ്ടെത്തി നോക്കുക. അത് ആരായിരിക്കും? ഇത് ക്ലോക്ക് വൈസ് അല്ലേ? ക്ലോക്ക് വൈസ് ആണെന്ന് പറഞ്ഞാൽ അത് ആരായിരിക്കും? ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ആരായിരിക്കും? സൗത്ത് പോൾ ആയിരിക്കും. അപ്പോൾ നേരിട്ട് സൗത്ത് പോൾ നമുക്ക് കിട്ടിയിട്ടില്ല. എങ്ങനെ കിട്ടിയത്? ക്ലോക്ക് വൈസ് ആയപ്പോൾ മാത്രമേ കിട്ടിയത് കേട്ടോ. മനസ്സിലാക്കിയേക്കണേ.
ക്ലോക്ക് വൈസ് ആയപ്പോൾ മാത്രമേ കിട്ടിയത്. അപ്പോൾ ആരായിരിക്കും സൗത്ത് ധ്രുവം അല്ലെങ്കിൽ സൗത്ത് പോൾ നീത കേട്ടോ. മലയാളം മീഡിയം ആവട്ടെ സൗത്ത് പോൾ നീത, സൗത്ത് ധ്രുവം നീതിയിട്ടില്ലെങ്കിൽ മാർക്ക് കിട്ടും. സൗത്ത് പോൾ നീത, സൗത്ത് ധ്രുവം നീത. അതേപോലെ ബി എന്താ പറയുക, എക്സ്പ്ലെയിൻ ഹൗ യു അറൈവ്ഡ് ദിസ് ആൻസർ. എടാ അതെന്താ കിട്ടിയെന്നില്ല പറഞ്ഞാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ എന്നും എസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വരച്ചു കൊടുക്കട്ടോ. അതിനൊക്കെ എക്സ്ട്രാ പോയിന്റ് കിട്ടുന്നില്ല. 2 മാർക്കാണെങ്കിൽ 2 മാർക്ക് കിട്ടും. 2 മാർക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, മാക്സിമം അറിയുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, സജസ്റ്റ് 2 ways to increase the magnetic strength of the solenoid current carrying on the electric current. ഇതിന് മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വെറും ഇംഗ്ലീഷ് മാത്രം വായിച്ചു പോയില്ല, മലയാളം ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട്. രണ്ടും പാടെ വായിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യും, കുറേ ടൈം എടുക്കും. നാളെ നിങ്ങൾക്ക് എക്സാം ആണ്, കുറേ കാര്യങ്ങൾ നോക്കാണ്ടാവും. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക, നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഈ സോളിനോയിഡിന് എന്ത് ചുറ്റിയാൽ മതി മനസ്സിലാക്കി വെച്ചിട്ടോ. അതിൻ്റെ സജസ്റ്റ് 2 ways എന്നല്ലേ പറഞ്ഞിരിക്കണേ. ഒന്നാമത്തെ വേ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, ഇൻക്രീസ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി സോളിനോയിഡ്. ഈ സോളിനോയിഡിന് എന്ത് കൂട്ടുക, നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക. അതേപോലെ എന്ത് കൂട്ടാൻ പറയാൻ പറ്റുക, ഇൻക്രീസ് ദി സ്ട്രെങ്ത് ഓഫ് ദി ബാറ്ററി അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ദി കറൻറ്റ്. ഇൻക്രീസ് ദി കറൻറ്റ് സ്ട്രെങ്ത്. ഈ 2 കാര്യങ്ങൾ കൂട്ടിയാൽ മതി. പൊളിക്കൂലേ, നാളെ എന്താ എക്സാം അടിപൊളിയാക്കൂലേ. ഓക്കെ, സിമ്പിളാണ്. ഇനി അതേപോലെ പറയാണ്, വൈ ഡസ് ദി കറന്റ് ക്യാരിങ് കണ്ടക്ടർ ബിഹേവ് ലൈക്ക് എ മാഗ്നറ്റ്. ഇതേ ക്വസ്റ്റ്യന്, ഇതേ മോഡല്, ഇതേ ടൈപ്പ് നിങ്ങൾ നാളെ കാണാൻ പോകും കേട്ടോ. 2025 ക്രിസ്മസ് എക്സാമിന് നാളെ കാണാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യനാണ് പറയണത്. ഇതേ ടൈപ്പ് നിങ്ങൾ എന്ത് ചെയ്യും, നാളെ നിങ്ങൾ എക്സാമിന് കാണും. ഓക്കെ, ഇമ്പോർട്ടൻ്റാ, ഷുവറായിട്ട് പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടൻ്റാ. നമ്മൾ പറയണത് എങ്ങനെ വെച്ചാലേ, വൈ ഡസ് ദി കറന്റ്, എങ്ങനെയാണ് വൈദ്യുത പ്രവാഹം അല്ലേ, കാന്തിക പ്രവാഹം എന്താണെന്നല്ലേ പറയണത്. നമ്മൾ പഠിച്ചു വെച്ചു. ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു. ഇതിന് മലയാളം കൊടുത്തിട്ടുണ്ട്, ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ത്, മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് കറന്റ് ക്യാരിങ് കണ്ടക്ടർ. എപ്പോഴാണ് കറന്റ് ക്യാരിങ് കണ്ടക്ടറിൻ്റെ കൂടി കറന്റ് പോവുക, എപ്പോഴാണോ കറന്റ് പോണത് അതിന് ചുറ്റും എന്തുണ്ടാവും, എപ്പോഴും കറന്റ് എവിടെയുണ്ടോ അവിടെ എന്തുണ്ട്, കാന്തിക മണ്ഡലമുണ്ട്, അഥവാ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. മനസ്സിലാക്കി വെച്ചു. ഇവിടെ ചോദ്യം എന്താ, വൈ ഡസ് എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ ബിഹേവ് ലൈക്ക് മാഗ്നറ്റ്. എന്തുകൊണ്ടാണ് ഒരു മാഗ്നറ്റ് പോലെ പ്രവർത്തിക്കണമെന്നല്ലേ. മാഗ്നറ്റ് ആണെന്നുണ്ടെങ്കിൽ ചുറ്റും എന്തുണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇവിടെ എന്താ പറഞ്ഞത്, കറന്റ് എവിടെ ഉണ്ടോ അവിടെ കാന്തിക മണ്ഡലം ഉണ്ടെന്നല്ലേ, അഥവാ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്നല്ലേ. മാഗ്നറ്റിക് ഫീൽഡ്, ഫീൽഡ് മാഗ്നറ്റ്, അഥവാ മാഗ്നറ്റ് എവിടെയാണ് അവിടെയല്ലേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ കറന്റിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എന്തായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നാ, എന്തായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നാ, മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത്, അഥവാ ഒരു മാഗ്നറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, നാളേക്കൊക്കെ പഠിച്ചിട്ട് പോയാൽ മതി. ഓക്കെ, നാളേക്കൊക്കെ പഠിച്ചിട്ട് പോയാൽ മതി. ഓക്കെ, അത് വായിച്ചിരുന്നു കേട്ടോ, വൃത്തിയിൽ പഠിച്ചോളൂണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, നാളെ എക്സാമിന് നിങ്ങൾ കാണും. പിന്നെ പറയാനുള്ളതാണ് മക്കളെ, ഈ ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗറിൽ എന്താ ചോദിച്ചിട്ടുള്ളത് നോക്കാം. വെൻ ദി സർക്യൂട്ട് ഈ സ്വിച്ച് ഓൺ, എന്താ ചോദിച്ചിരിക്കുന്നത്, വിച്ച് ഡയറക്ഷൻ ഓഫ് എ ബി മൂവ്. എ ബി എങ്ങോട്ടാ മൂവ് ചെയ്യുക, സ്വിച്ച് ഓൺ ആക്കിയാൽ സ്റ്റേറ്റ് ദി റൂൾ. മനസ്സിലാക്കിയാണേ, ഈ റൂൾ ഏതേക്കും എന്ന് പറഞ്ഞാൽ. ഇവിടെ ആർക്ക് തന്നിട്ടുണ്ട്, ഗാന്ധി തന്നിക്കണല്ലോ. ഗാന്ധി തന്നെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വെച്ചു. ഇവിടെ ആരായിരിക്കും, ഇവിടെ ആരായിരിക്കും, ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളായിരിക്കും. പഠിച്ചു വെച്ചു കേട്ടോ, അഥവാ ഫ്ലെമിങ്ങിൻ്റെ ഇടതുകൈ നിയമം. നാളെ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വരും, ഷുവറാണ്. നാളെ എക്സാമിന് നിങ്ങൾ ഇത് കാണും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചോ. ഇത് നാളെ വരുമ്പോൾ ഒരിക്കലും മലയിലില്ലാതെ പഠിക്കാൻ വേണ്ടി, എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പം തന്നെ കാണിച്ചു തരാം. നാളത്തെ എക്സാമിനുള്ളത് ഇപ്പം തന്നെ കാണിച്ചു തരാണ്. എല്ലാവരും നോക്കിക്കോ. പറയാൻ എന്താ വെച്ചാൽ, എങ്ങോട്ടാ കറണ്ട് പോകണമെന്ന് നോക്കി നോക്കുക. ഇതേ ടൈപ്പ് ആട്ടോ, ഇതേപോലെ വരുന്നു ഞാൻ പറയണില്ല. ഇതേ ടൈപ്പ് ചോദ്യം ഷുവറാ, ഇതേപോലെ ടൈപ്പ് വരും. നോക്കി നോക്കുക. എന്നും എസ് തന്നിക്കണം പറഞ്ഞാൽ ശ്രദ്ധിച്ചോട്ടെ. എന്നും എസ് തന്നിക്കണം പറഞ്ഞാൽ എന്ന് പുറത്തു എസ് ഉള്ളിലാക്കി കരുതുക. നോക്കാം, ഇതിനാ പോയാണ്. ഇത് എസ് എന്ന് പറയുമ്പോൾ നോക്കാം, ഇത് ഉള്ളിക്കാണെന്നല്ലേ പറഞ്ഞത്, നോർത്ത് ഉള്ളിക്കാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്താ അത് ഉള്ളിക്കാക്കി കൊടുത്തു അങ്ങോട്ടാണെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ പറയാണ്, ഞാൻ ആരാ പറഞ്ഞിരിക്കണത്, കറണ്ട് നോക്കാം. കറണ്ട് എങ്ങനെ പോണത്, കറണ്ട് ഈ രീതിയിലല്ലേ പോണത്, ഏന്ന് ബീക്കുന്നല്ലേ പറയണത്. അപ്പോൾ എങ്ങനെ കൊടുക്കുക, ഈ രീതിയിലും കൊടുത്തു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങോട്ടാ കിട്ടുണ്ടാവുമെന്ന് പറഞ്ഞാൽ ഓക്കെ, ഞാൻ അതങ്ങോട്ട് കൊടുത്തു. ഇതെങ്ങോട്ടാ കിട്ടുണ്ടാവുമെന്ന് പറഞ്ഞേ. ഈ തമ്പ് എങ്ങോട്ടാ, നമ്മളിത് തമ്പ് പിടിച്ചിട്ടുണ്ടോ, ഈ തള്ളവിരൽ നമ്മൾ പിടിച്ചിട്ടാണ് ഈ ആൻസർ പറയണത്. അല്ല, ഈ 2 വിരൽ പിടിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പിടിച്ച് കഴിഞ്ഞാൽ ഇത് ആൻസർ ആയിട്ട് തരും. ഇതെങ്ങോട്ടാ, ഇത് മുകളിലോട്ടല്ലേ, ഇത് മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ആൻസർ കിട്ടുന്നുണ്ടാവുക, ടുവാർഡ്സ് അപ്വാർഡ് അല്ലേടാ. ആണ് എങ്ങോട്ടാ മൂവ് ഉണ്ടാവുക, ടുവാർഡ്സ് അപ്വേർഡ്സിലായിട്ട് മൂവ് ഉണ്ടാവുക. റൂൾ ഏതാണ്, റൂൾ എന്ന് പറയുന്നത് ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. സിമ്പിൾ അല്ലേടാ. പഠിച്ചില്ലേ, കിട്ടി സാർ, കിട്ടി. ഞാൻ പറഞ്ഞതാ, ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അല്ലെങ്കിൽ തമ്പ് റൂൾ ഷുവറായിട്ട് നാളെ എക്സാമിന് വരും കേട്ടോ. അതൊരു ഒരു തർക്കമല്ല, ഷുവറായിട്ട് ക്വസ്റ്റ്യൻ വരും. ഇവിടെ അതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വേഗം ചെയ്ത് ഇതെങ്ങനെ ചെയ്യേണ്ടാവുക, പോസ് ചെയ്തോട്ടോ. നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങോട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം
കണ്ടിന്യൂ ചെയ്തിട്ട് നോക്കിയാൽ മതി. നോക്കി നോക്കണേ, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറന്റ് ക്യാരിങ് കണ്ടക്ടറിലെ എയും ബിയും കൊണ്ട് സ്വിച്ച് ഇട്ട് നോക്കിയാൽ എയിലും ബിയിലും എവിടെയൊക്കെ എങ്ങനെയൊക്കെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്നാണ് പറയണത്. ഈ സാധനത്തിന് നമ്മൾ മേലെ നിന്ന് നോക്കുന്ന രീതിയിൽ വേണത് നോക്കാൻ. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ, എല്ലാവരും മേലെ നിന്ന് രീതിയിൽ നോക്കണം. ഒന്ന് നോക്കി നോക്കി എല്ലാവരും. ഓക്കെ, എല്ലാവരും നോക്കിക്കോട്ടോ. എടാ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ കാര്യമായിട്ടൊന്നുമില്ല. അതായത് കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടാണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. എടാ എന്ന് ബിക്ക് എന്ന് പറയുമ്പോൾ നോക്കി നോക്കേ, ഇതിങ്ങനെ ചുറ്റിയിട്ട് പോയില്ല. അപ്പോൾ മേലക്കയിലേക്ക് മൂണ്ടാവുക. ഇടത്തെ കൈ ഒരിക്കലും എടുക്കരുത്, വലത്തെ കൈ എടുക്കാം. നോക്കട്ടോ. ഓക്കെ, വലത്തെ കൈ നമ്മൾ എടുത്തു. വലത്തെ കൈ നമ്മൾ എടുത്തിട്ട് മേലേക്കാണല്ലോ, മേലേക്കാണ് പോണത് അല്ലേ? ഏന്ന് മേലേക്കാണ് പോണത്. ഈ മേലേക്കാണ് പോണത് എന്നുണ്ടെങ്കിൽ ഇത് മേലേക്കാണെന്നുണ്ടെങ്കിൽ മേലെ വിരൽ നോക്കുക. ഈ വിരൽ എങ്ങനെ പിടിച്ച് നോക്കുക. അതിങ്ങനെ എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നോക്കുക. ഇതിങ്ങനെ നേരെ പിടിച്ച് നോക്കുക. ഈ വിരലാളെ എങ്ങനെ ചുറ്റിക്ക് നോക്കുക. ഇത് ക്ലോക്ക് വൈസ് ആയിട്ടല്ലേ ചുറ്റിയിട്ടുള്ളത്. ക്ലോക്ക് വൈസ് ആയിട്ടാണെന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞേ. ക്ലോക്ക് വൈസ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ആരായിരിക്കും? ക്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ പറ ക്ലോക്ക് വൈസ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ സൗത്ത് ആണെന്നൊക്കെ പറയാം. പക്ഷെ ഇവിടെ മനസ്സിലാക്കി വെച്ചോ, എ പോൾ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതി വെക്കാം. അറ്റ് എയിൽ എങ്ങനെയായിരിക്കും? ക്ലോക്ക് വൈസ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, പോൾ ഏതാ ചോദിച്ചിട്ടില്ല. അതേപോലെ പറയുകയാണ് അറ്റ് ബിയിൽ എന്തായിരിക്കും? അതിന് നേരെ ഓപ്പോസിറ്റ് നോക്കാം. അടിക്കല്ലേ പോകുന്നുണ്ടാവുക. അടിക്ക് എന്ന് പറയുമ്പോൾ നോക്കി നോക്കാം അവിടെ എങ്ങനെയൊക്കെ ഉണ്ടാവുക. ശ്രദ്ധിച്ച് നോക്ക്. നമ്മൾ പറഞ്ഞു ഇത് മേലേക്കാകുമ്പോൾ എങ്ങനെ? ക്ലോക്ക് വൈസ് ആണോ? അല്ലല്ലോ, ഇത് ക്ലോക്ക് വൈസ് അല്ലല്ലോ, സോറി കേട്ടോ, എനിക്ക് മാറിയതാണേ. നോക്കി നോക്കണേ, ഇത് മേലേക്കാണെന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അടിക്കാണെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ക്ലോക്ക് വൈസ് ആയിരിക്കും. നേരെ തിരിഞ്ഞു. അപ്പോൾ സോറി മക്കളെ, എല്ലാവരും ശ്രദ്ധിച്ച് വെച്ചോ. എയിൽ എങ്ങനെയായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ബിയിൽ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ക്ലോക്ക് വൈസ് ആയിരിക്കും. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചോ. ഇവിടെ നോക്കിക്കോ, അറ്റ് ബി ഏതേക്കെന്ന് വെച്ചാൽ മക്കളെ, അറ്റ് ബി എന്ന് പറഞ്ഞാൽ ബിയിൽ ക്ലോക്ക് വൈസ് ആയിരിക്കും. എയിലായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കണേ. ബിയിൽ ക്ലോക്ക് വൈസ് ആയിരിക്കും, എയിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. റെഡി ആണല്ലോ? ഓക്കെ, ഇനി ശ്രദ്ധിച്ചോടെ. നമുക്കിനി ഇത് മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണേ, മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷ് നമ്മൾ പറഞ്ഞു. ഇതേപോലെ ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ് 2025 ക്രിസ്മസ് എക്സാമിന് കാണാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇത് വരും കേട്ടോ, അത് വെറുതെ പറയില്ല. ഇത് നാളെ എക്സാം നിങ്ങൾ കാണുമ്പോഴേക്കും മനസ്സിലാക്കുക. അത് കേട്ടിക്കണല്ലോ സാർ, ഇത് നമ്മൾ പഠിച്ചിക്കണല്ലോ സാർ അല്ലേ? പഠിച്ചു വെച്ചു. 2025 ക്രിസ്മസ് എക്സാമിന് കാണാൻ പോകുന്ന ക്വസ്റ്റ്യനാണ്. ഇവിടെ എന്താ ചെയ്തിരിക്കണേ? വാട്ട് ഈസ് ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഓഫ് ദി കണ്ടക്ടർ വിച്ച് ലോ? എടാ ലോ ഏതാന്ന് പറഞ്ഞു. ഇവിടെ ഏതാ ലോ? പഠിച്ചു വെച്ചോ. ഇവിടെ ലോ ഏതാ? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, ഇനി അതേപോലെ പറയാണ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സിലെ ചോദിച്ചിരിക്കണേ. എടാ നോക്കി നോക്കണേ, ഇവിടെ നിന്ന് എങ്ങോട്ടാ കറണ്ട് പോകണമെന്ന് ആദ്യം പറയാം. കറണ്ട് എവിടെ ഇങ്ങോട്ടാണ് പോകുന്നത്? ഈ കൂടി ഇങ്ങനെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് അല്ലേ ഇങ്ങോട്ട് വരുന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കറണ്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വിരലെടുത്തു, കറണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തുട്ടോ. ഇന്ത്യ അടുത്തേക്കാണ് കറണ്ട് വരുന്നത്, ആ രീതിയിൽ കൊടുത്തു. പിന്നെ അതേപോലെ പറയാണ് എന്നിന്ന് എസ്സുക്കാണെന്ന് പറഞ്ഞില്ല, അഥവാ ഇടത്തുനിന്ന് വലത്തേക്കാണെന്നാണല്ലോ പറയുന്നത്. ഞാൻ ഇടത്തുനിന്ന് വലത്തേക്കാക്കിയിട്ട് എന്തും വെച്ചു, നമ്മളെന്ത് വെച്ചു? ഈ കാന്തിക മണ്ഡലം വെച്ചു. അപ്പോൾ കറണ്ട് നോക്കാം, കണ്ടക്ടർ അങ്ങോട്ട് അത് നമ്മൾ പിടിക്കണമെന്നില്ല. ഇത് രണ്ടും റെഡിയാക്കി വെച്ചാൽ തള്ളാൻ വരല് ഓട്ടോമാറ്റിക്കലി ആൻസർ തരും. അതെങ്ങോട്ടാണ് തന്നത്? മുകളിലോട്ടല്ലേ അപ്വേർഡ്സ് അല്ലേ? അപ്പോൾ നമ്മൾ ഇതാ ടുവാർഡ്സ് അപ്വേർഡ്സ്. ഫോഴ്സ് ഓഫ് ദി കണ്ടക്ടർ എങ്ങോട്ടാ? ഇവിടെ എഴുതി വെക്കും കേട്ടോ. എൻ്റെ ആൻസറാക്കി എഴുതി വെച്ചോ, അപ്വേർഡ്സ്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഇത് മുഴുവനാക്കി എഴുതണം കേട്ടോ, ഞാൻ ഷോർട്ടാക്കി എഴുതണത് പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്ത് ചെയ്യുക? മുഴുവനാക്കി എഴുതിയാൽ ഇത്രേ മാർക്ക് കിട്ടുള്ളൂ. എക്സ്പ്ലെയിൻ വൈ ദി കണ്ടക്ടർ മൂവ് ഇൻ ദി ഡയറക്ഷൻ. എടാ എന്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫ്ലെമിങ്സിൻ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ത് ചെയ്യുക? സ്റ്റേറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ബാക്കിയൊക്കെ എന്ത് ചെയ്തോളാം? മാർക്ക് തന്നാലെ കിട്ടിക്കോളും. സ്റ്റേറ്റ് ചെയ്യാൻ വെച്ചിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മാർക്ക് ഒരിക്കലും കളയില്ല. അതുതന്നെ ചോദിച്ചത്. അപ്പോൾ ഇത് ബുദ്ധിമുട്ടില്ല. അത് നോക്കാം. ഇതൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിന് മലയാളം കൊടുത്തിട്ടില്ല, ഇംഗ്ലീഷ് മാത്രമാണ്. ഒന്നുമില്ല, ഞാൻ കൺസെപ്റ്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ശ്രദ്ധിച്ചോ. ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സോളിനോയിഡ് ഉണ്ട്. നമ്പർ ഓഫ് ടേൺസ് ഓഫ് എ കോയിൽ ഓഫ് സോളിനോയിഡ് കണ്ടക്ടിങ് കറണ്ട് ഇൻക്രീസസ്, ടോട്ടൽ ഫ്ലക്സ് ഓഫ് സോളിനോയിഡ് ഇൻക്രീസസ്. അതേപോലെ when the number of turns of a solenoid current having constant conductor increases, flux through the number of turns of single increases. പറയണത് എന്താ വെച്ചാൽ ശ്രദ്ധിച്ചു വെച്ചോ, ഒരു സോളിനോയിഡ് ഉണ്ട്. ഇങ്ങനെ കൊടുത്തുകരുത്. ഇതിൽ നോക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലിപ്പോൾ എത്ര ടേൺസ് ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 ടേൺസ് ഉണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ എടാ ഈ 5 ടേൺസ് ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ഈ 5 ടേൺസ് നോക്കാൻ ഇപ്പോൾ നമ്മൾ ഒരു 5 എണ്ണം കൂടി കൂട്ടി 10 എണ്ണം ആക്കിയെന്ന് കരുതിയാൽ ഇതിൻ്റെ പവർ എന്താവുക ചെയ്യുക? കൂടും അല്ലേ? നമ്മൾ പറയുന്നു നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം കൂടിയാൽ മാഗ്നറ്റിക് ഫ്ലെക്സ് കൂടും, മാഗ്നറ്റിക് ഫീൽഡും കൂടും, സ്ട്രെങ്ത് കൂടൂലേ? കൂടും. അപ്പോൾ അതിൽ കൂടി പോയാൽ കറണ്ടിൻ്റെ എണ്ണം കൂടും അല്ലേ? നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്പർ ഓഫ് ഫീൽഡ് മാഗ്നറ്റിക് ലൈൻസ് കൂടി കഴിഞ്ഞാൽ ഫ്ലെക്സ് കൂടും, അതേപോലെ എന്തും കൂടും? മാഗ്നറ്റിക് ഫീൽഡ് കൂടും. അപ്പോൾ കറണ്ടും എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി കൂടും. പറഞ്ഞതാണ്, തിയറിയിൽ പഠിച്ച കാര്യമാണ്, എക്സാമിന് വരുന്നു പറഞ്ഞതാ.
അപ്പോൾ മനസ്സിലാക്കേണ്ടത് വെച്ചാണ്ട് ഒരു ക്വസ്റ്റ്യനാണ്. എടാ അത് കരുതിയിട്ട് നമുക്ക് അതിൽ നമ്മളിങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ട്രെങ്ത് കൂടും. അത് കരുതിയിട്ട് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ളൊരു പവർ ഉണ്ട്, അതിൻ്റെ സ്ട്രെങ്ത് കൂടൂല. ഇപ്പോൾ ഒരു 5 എണ്ണം കൂടി കൂട്ടി കരുതിയാൽ ഇതിൻ്റെ ടോട്ടൽ കൂടും, അല്ലാണ്ട് ഓരോന്നിനും കൂടുമോ? ഇല്ല, അത് കൂടൂല. അത് വെച്ചാണ്ടൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കിയാൽ അപ്പോൾ മനസ്സിലാവും. വായിച്ചു നോക്കാം. When the number of turns of the coil of the solenoid in a constant increases, ഈ ടേൺസിൻ്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ഫ്ലെക്സും കൂടുന്ന പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. നമ്പർ ഓഫ് ടേൺസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? ഫ്ലെക്സ് കൂടും. ഓക്കെ, ശരിയാ. ഈ രണ്ടാമത്തെ പോയിന്റ് ഒന്ന് പറഞ്ഞിട്ട് വായിച്ചു നോക്കിയേ. രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേ? രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി കോയിൽ ഇൻക്രീസസ് അല്ലേ. നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി ഞാൻ പറയണ്ടോ, വെൻ ദി നമ്പർ ഓഫ് ടേൺ ഓഫ് ദി സോളിനോയിഡ് ഇൻ എ കോൺസ്റ്റന്റ് ഇൻക്രീസസ് ഫ്ലെക്സ് ത്രൂ എ സിംഗിൾ ടേൺ ഡസ് നോട്ട് ഇൻക്രീസ് എന്നാണ് പറയണത്. അത് ശരിയാണ്. ഓക്കെ, ശരിയല്ല എന്നൊക്കെ പറയണത് എന്താ വെച്ചാൽ ശരി നോക്കുക, വായിച്ചു നോക്കണേ. നമ്മൾ പറയുന്നത് വെച്ചാൽ ഒന്നത്തെ മാത്രം കൂടില്ല എന്ന് പറഞ്ഞത്. നോക്കുക, നമ്പർ ഓഫ് ടേൺസ് ഓഫ് കറൻറ്റ് കാര്യം നമ്മൾ എന്ത് ചെയ്തു? ഇതിൻ്റെ എണ്ണം പിന്നി കൂട്ടി. 5 ഇത് 10 ആക്കി, 15 ആക്കി, 20 ആക്കി, 25 ആക്കി, അങ്ങനെ കൂട്ടി. അത് കരുതിയിട്ട് ഫ്ലെക്സിലെ ഒരു ടേണിൻ്റെ ഇത് മാത്രം എന്ത് ചെയ്യൂല? ഇൻക്രീസ് ചെയ്യൂല എന്നാണ് പറയുന്നത്. ശരിയല്ലേ? കാരണം എന്താ? ഓരോന്നത്തെയും കൂടുമോ? ഇല്ല. ടോട്ടലായിട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് മെച്ചപ്പെടും. അല്ലാണ്ട് ഓരോന്നത്തെ എന്ത് ചെയ്യൂല? ഫ്ലെക്സിൽ വ്യതിയാനമൊന്നും ഉണ്ടാവില്ല, ഫ്ലെക്സിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. മനസ്സിലാക്കിയോ?